എല്ലാവർക്കും നമസ്കാരം. നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കിടന്നിരുന്ന ഭാരതാംബ വിമോചിതയായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു നിയതമായ അനുശാസന രീതി നിയമസംഹിത ലഭിച്ച സ്മരണയിൽ ഈ ദിവസം ആർഷഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ആസ്ഥാന ജില്ലയായ ഭഗവത്ഗീതയെക്കുറിച്ച്, ഭഗവാനാൽ പ്രതിപാദ്യമായ ഭഗവത്ഗീതയെക്കുറിച്ച് ഇന്ന് വിചാരണ ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് രണ്ടാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. യുദ്ധക്കളത്തിൽ യുദ്ധവിമുഖനായിരുന്ന അർജുനന്റെ മാനസികാവസ്ഥ നമ്മൾ പഠിച്ചു. ആ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈരതുപപത്യതേ ശുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ തെക്തോത്തിഷ്ഠ പരന്തപ. നിന്റെ എല്ലാ ക്ഷുദ്രമായ ഈ മാനസികാവസ്ഥയും വലിച്ചെറിഞ്ഞ് യുദ്ധത്തിന് സന്നദ്ധമാവുക എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഭഗവാന്റെ അനുശാസനം ശിരസാവഹിച്ചുകൊണ്ട് യുദ്ധസന്നദ്ധനായി അർജുനൻ എണീറ്റു. അപ്പൊ കണ്ടത് ദ്രോണരെയാണ്, ഭീഷ്മരെയാണ്. ചോദിക്കുകയാണ്, കഥം ഭീഷ്മനഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഈശുഭി പ്രതിയോത്സ്യാമി പൂജാർഹരിസൂദന. എങ്ങനെ ഞാൻ ദ്രോണരെ കൊല്ലും കൃഷ്ണ? എങ്ങനെ ഞാൻ ഭീഷ്മാചാര്യനെ കൊല്ലും? ഇവർ ഇപ്പോൾ മറുപക്ഷത്താണെങ്കിൽ പോലും അവർ പൂജാർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായം നമ്മൾ അവസാനിപ്പിച്ചത്. ഇപ്പോൾ അർജുനന്റെ ആ വിഷാദവും അർജുനന്റെ തത്വശാസ്ത്രവും വീണ്ടും തുടരുകയാണ്. അർജുനൻ പറയുന്നത് 5-ാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. ഗുരുന്നഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപി ലോകേ ഹത്വാർത്ഥകാമാസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദഗ്ധാൻ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദഗ്ധാൻ. എന്താ പറയുന്നത്? നമുക്ക് അന്വയം നോക്കാം. മഹാനുഭാവാൻ, മഹത്തുക്കളായ ഗുരുക്കളെ, അഹത്വ കൊല്ലാതെ, ഇഹലോകെ ഈ ലോകത്തിൽ കൊല്ലുന്നതിനേക്കാൾ, ഇഹലോകെ ഈ ലോകത്തിൽ, ഭക്ഷ്യം അപി ഭിക്ഷാൻ ആണ് നല്ലത്, ശ്രേയാഹി അതാണ് നല്ലത്. ഗുരുക്കന്മാരെ, അർത്ഥത്തിൽ ആസക്തരായ ഗുരുക്കന്മാരെ കൊന്നാൽ, ഹത്വാതു ഇഹൈവ ഈ ലോകത്തിൽ തന്നെ, രുധിരപ്രദഗ്ധാൻ രക്തം പുരണ്ടിരിക്കുന്ന ഭോഗങ്ങളെ ഭുഞ്ജീയ അനുഭവിക്കേണ്ടി വരും. അന്വയം, മഹാഭാവാൻ ഗുരൂനഹത്വ ഇഹലോകെ ഭൈക്ഷ്യമപീഹ ഭോക്തും ശ്രേയാഹി അർത്ഥകാമാൻ ഗുരൂൻ ഹത്വാതു ഇഹ ഏവ രുധിരപ്രദഗ്ധാൻ ഭോഗാൻ ഭുഞ്ജീയ. അർത്ഥം, മഹത്തുക്കളായ ആചാര്യന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഭിക്ഷാടനം നടത്തുന്നതാണ് നല്ലത്. ഗുരുക്കന്മാർ സമ്പത്തിനെ ആഗ്രഹിച്ചിട്ടാണ് യുദ്ധത്തിൽ വരുന്നത് എങ്കിൽ പോലും അവരെ കൊന്നാൽ ലഭിക്കുന്ന സുഖഭോഗത്തിന് രക്തക്കറയുണ്ടാകും. നമുക്ക് നോക്കാം. ഗുരുനഹത്വ ഹി മഹാനുഭാവാൻ. ആരാണ് പ്രതിപക്ഷത്തുള്ളത്? ആരാണ് മറുപക്ഷത്തുള്ളത്? ഗുരുക്കന്മാരെയാണ് ആദ്യം കാണുന്നത്. മറ്റു പലരുണ്ടെങ്കിൽ പോലും മനസ്സിൽ തറച്ചിരിക്കുന്നത് ഈ ഗുരുക്കന്മാരെ കൊല്ലുമെന്നല്ലോ എന്നുള്ള വിചാരമാണ്. അതുകൊണ്ട് ഗുരുനഹത്വ ഹി മഹാനുഭാവാൻ, ഈ ഗുരുക്കൾ മഹാനുഭാവന്മാരാണ്. അവരെ കൊല്ലുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അർജുനൻ ഇവരെ കൊല്ലുന്നത് പേടിച്ചിട്ടല്ല അർജുനന്റെ മാനസിക ഭാവം. പക്ഷെ എങ്ങനെ കൊല്ലും? അർജുനൻ ഇവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി തവണ അർജുനന്റെ അസ്ത്രങ്ങളേറ്റ് യുദ്ധക്കളത്തിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ട് ഈ പറയുന്ന ഗുരുനാഥന്മാർ, ഭീഷ്മാചാര്യരടക്കം ദ്രോണാചാര്യരടക്കം. അത് ഒരു കാര്യമുണ്ട്, അത് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. വിരാട രാജധാനിയിൽ വേഷപ്രച്ഛന്നരായി അജ്ഞാതവാസം നടക്കുന്ന കാലം, ഏതാണ്ട് കാലം അവസാനിക്കാറായി. അപ്പൊ ദുര്യോധനന് ഒരു സംശയം, ഇതുവരെ ഈ കാലം അവസാനിക്കുന്നത് വരെ പാണ്ഡവന്മാർ നമ്മളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഈ കാലം അവസാനിക്കുന്നതിന് മുമ്പേ പാണ്ഡവന്മാർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഒരു 14 വർഷം കൂടി വനവാസത്തിന് അവരെ നിയോഗിക്കാമായിരുന്നു. അപ്പൊ ഈ ഒരുപാട് ചാരന്മാരെ, ഒരുപാട് ആൾക്കാരെ പല സ്ഥലങ്ങളിലും അയച്ചു. ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഈ പഞ്ചപാണ്ഡവന്മാരെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അപ്പൊ ഈ അവസാന കാലത്ത് ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കാൻ
എന്ന രീതിയിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് അവരുടെ ഒരു അടുത്ത സുഹൃത്താണ് മത്സ്യരാജാവ്. മത്സ്യരാജാവിനോട് പറഞ്ഞു, നിങ്ങൾ വിരാട രാജ്യം ആക്രമിക്കുക. അവിടെ മാത്രമേ ഇവർക്ക് കയറാൻ പറ്റാതെ ഉള്ളൂ, അവിടുത്തെ കാര്യം മാത്രമേ ഇവർക്ക് അറിയാതെ ഉള്ളൂ. അപ്പൊ സംശയം ഇനിയുണ്ടെങ്കിൽ വിരാട രാജ്യത്ത് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിച്ച് മത്സ്യരാജാവിനോട് വിരാട രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു. വിരാട രാജ്യത്തെ മത്സ്യരാജാവ് ആക്രമിച്ചു. അതേസമയം കൗരവപക്ഷം ദുര്യോധനൻ എന്ത് ചെയ്തു? വിരാട രാജ്യത്തെ ആക്രമിച്ചപ്പോൾ ശത്രുക്കളും വിരാട രാജാവും സൈന്യ സമയം വിരാട രാജാവ് ശത്രുവിനെ തുരത്താൻ വേണ്ടി മത്സ്യരാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് പോയി. അപ്പോൾ രാജ്യത്ത് ശത്രു ഇല്ലാതായി, രാജാവും ഇല്ലാതായി. പിന്നെ രാജ്യം ഭരിച്ചിരിക്കുന്നത് വിരാട രാജാവിന്റെ മകനായ ഉത്തരനെയാണ് ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരൻ വലിയ കഴിവുള്ളവനൊന്നുമല്ല, പക്ഷെ യുവരാജാവ് എന്നുള്ള രീതിയിൽ ഉത്തരനെ ഏൽപ്പിച്ചു, ഇനി ഈ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിരാട രാജാവ് സൈന്യസമേതം യുദ്ധത്തിന് പോയിട്ടുള്ളത്. ഈ സമയത്ത് ഇത് മനസ്സിലാക്കി ദുര്യോധനൻ എന്ത് ചെയ്തു? ദുര്യോധനൻ സൈന്യങ്ങളെ അയച്ച് വിരാട രാജാവിന്റെ ഗോക്കളെ മുഴുവനും 2000-ലധികം വരുന്ന ഗോക്കളെ മുഴുവനും പിടിച്ചു കൊണ്ടുപോയി. അപ്പം ഈ വിരാടന്റെ സ്വഭാവം, ഉത്തരന്റെ സ്വഭാവം എന്താന്ന് പറഞ്ഞാൽ അവൻ ഒന്നിനും കൊള്ളാത്തവനാ, പേടിത്തൊണ്ടനാ. അവന്റെ അടുക്കളയിൽ പോയി സ്ത്രീകളോട് വലിയ ഇത് പറയലാണ്. ഇവന്റെ ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഞാൻ യുദ്ധത്തിൽ അങ്ങനെയാണ്, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തും, എന്റെ പേര് കേട്ടാൽ അർജുനൻ പോലും വിറക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അന്തഃപുരത്ത് പോയിട്ട് പ്രസംഗിക്കുന്നവനാണ് ഇവൻ. അപ്പൊ ഈ സമയത്താണ് ഒരു ദൂതൻ വന്ന് പറയുന്നു, യുവരാജാവേ, നമ്മുടെ പശുക്കളെ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നു. ആരാ അത്? അത് അറിയുന്നത് ദുര്യോധനന്റെ ആൾക്കാരാണ് വന്നിട്ട് കൊണ്ടുപോയത് എന്നാണ് പറഞ്ഞു പറഞ്ഞത്. അപ്പം അതിനെ രക്ഷിക്കണ്ടേ? അതിർത്തിയിൽ പിന്നെ സൈന്യങ്ങൾ, രണ്ടതിർത്തിയിൽ, മറ്റേ അതിർത്തിയിൽ മത്സ്യരാജാവ്, ഈ അതിർത്തിയിൽ ദുര്യോധന സൈന്യം. അപ്പം അത് പിന്നെ അതിജീവിക്കണ്ടേ? ആ സൈന്യത്തെ നേരിടണ്ടേ? വിരാട പുത്രന് പേടിയായി. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ പിന്നെയും ഇതിന്റെ പറയാണ്, എനിക്ക് നല്ല ഒരു പിന്നെ തേരാളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിട്ട് അവരെ കൊല്ലുമായിരുന്നു. അന്തഃപുരത്ത് പറയുന്നയാ. ഇത് കേട്ടു ആര്? സൈരന്ധ്രി അവിടെ രാജ്ഞിയുടെ തോഴിയായിട്ടാണ് കഴിയുന്നത്. അപ്പൊ സൈരന്ധ്രി പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ബൃഹന്തളയില്ലേ, ഉത്തരയെ നൃത്തം പഠിപ്പിക്കുന്ന ബൃഹന്തള, ഉത്തരയെ പാട്ട് പഠിപ്പിക്കുന്ന ബൃഹന്തള, ആ ബൃഹന്തളയോട് പറഞ്ഞാൽ ആ ബൃഹന്തളയ്ക്ക് നന്നായി തേര് തെളിക്കാൻ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ പോയിട്ട് പറഞ്ഞാൽ ചിലപ്പോ പിന്നെ ബൃഹന്തള വരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞേ, ഞാൻ ആണും പെണ്ണും കെട്ട അവനെ പോയിട്ട് പറയാനോ? അപ്പൊ എല്ലാവരും പറഞ്ഞു, അത് അവസാന കൈയാണ്, ഒറ്റയ്ക്ക് സൈന്യമില്ല, അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ഒന്ന് പോയി സമീപിക്കുന്നു പറഞ്ഞ് ബൃഹന്തലയോട് പറഞ്ഞു, ബൃഹന്തളെ ഒന്ന് എന്നെ സഹായിക്കണം, യുദ്ധം ഞാൻ ചെയ്തോളും, പക്ഷെ എന്റെ തേരാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ബൃഹന്തള പറഞ്ഞു, ശരി, എന്നാ പിന്നെ എനിക്കൊരു നല്ല 2 കുതിരകളെ കിട്ടണം എന്ന് പറഞ്ഞ് കുതിരാലയത്തിൽ പോയി നല്ല പിന്നെ ബാക്കിയുള്ള ഇതിൽ 2 കുതിരകളെ എടുത്തിട്ട് അർജുനൻ ബൃഹന്തള തേര് തെളിച്ച് അങ്ങനെ പോവുകയാണ്. വളരെ സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ആ സ്പീഡിൽ പോകുമ്പോൾ തന്നെ ഇവന് പേടിയായി. കുറെ ദൂരം ചെന്നപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിർത്തിയിട്ട് അർജുനൻ പറഞ്ഞു, ഈ മരത്തിന്റെ മേലെ, അതിന് ശീമവൃക്ഷം എന്ന് പറയുന്നുണ്ട്, അല്ലെ ശമീവൃക്ഷം എന്ന് പറയുന്നുണ്ട്, ഏതായാലും വലിയൊരു മരത്തിലാണ്. ഉത്തര, നീ അതിന്റെ മേലെ കയറിയിട്ട് അതിന്റെ പൊത്തിനകത്ത്, വലിയൊരു പൊത്തുണ്ട്, ആ പൊത്തിനകത്ത് പാകന്മാരുടെ ആയുധങ്ങളുണ്ട്, ആരും അതറിയില്ല, നീ മേലെ കയറി ആയുധങ്ങൾ എടുത്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഉത്തര മേലെ കയറി ആയുധങ്ങളെല്ലാം എടുത്ത് വന്നു. ആ ആയുധവും എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കുറെ അങ്ങോട്ട് പോകുമ്പോൾ യുദ്ധത്തിന് സന്നദ്ധരായി നിൽക്കുന്ന ദുര്യോധനന്മാരെ കണ്ടു. അപ്പം ഉത്തരന് പേടിച്ചു പറഞ്ഞു, എനിക്ക് പിന്നെ ബൃഹന്തലെ എനിക്ക് പേടിയാകുന്നു, നമുക്ക് പോകണ്ട, നമുക്ക് തിരിച്ചു പോകാം, നമ്മുടെ ജീവനം കൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടല്ലോ, ദൂരത്താണ് കാണുന്നത്, ഇത്രയും ആളുകൾ അവിടെ ഉണ്ടല്ലോ, നമുക്ക് ജീവനം കൊണ്ട് കൊട്ടാരത്തിൽ തിരിച്ചു പോകാം, എനിക്ക് ഇനിയും ജീവിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അർജുനൻ പറഞ്ഞു, മിണ്ടാതിരി, നിങ്ങൾ യുവരാജാവല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവൻ പറയാണ്, ഉത്തരൻ പറയാണ്, അർജുന, എനിക്ക് പേടി, ബൃഹന്തലെ എനിക്ക് പേടി തോന്നുന്നു, എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ പേടി മാറ്റാൻ അർജുനന്റെ പര്യായം പറഞ്ഞാൽ മതി ആകും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ബൃഹന്തള പറഞ്ഞു, അതിനെന്താ? ബൃഹന്തള തന്നെ പറഞ്ഞു, അർജുന ഫൽഗുന ജിഷ്ണു കിരീടി ശ്വേതവാഹന ബീഭത്സുർ വിജയ കൃഷ്ണ സവ്യസാചി ധനഞ്ജയ. ഈ അർജുനന്റെ 10 പര്യായങ്ങളും പറഞ്ഞു കൊടുത്ത് ദൂരവിടാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഇവന് പേടിച്ച് പറക്കുക. അപ്പൊ പറഞ്ഞു, ശരി, ഇനി ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്, നിന്റെ അമ്പും വല്ലും ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് അർജുനൻ അമ്പും വില്ലും വാങ്ങി. അർജുനൻ ബൃഹന്തള എന്റെ യുദ്ധത്തിന് പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ വളരെ ദൂരത്ത് നിന്ന് 2 ബാണങ്ങൾ അവനാഴിയിൽ നിരത്ത് ബൃഹന്തള അമ്പെയ്തു മറുപക്ഷത്ത്. ആ ഒരമ്പ് പോയിട്ട്
വീണത് ദ്രോണാചാര്യരുടെ പാദത്തിന്റെ മുന്നിലാണ്. ദ്രോണാചാര്യർക്ക് മനസ്സിലായി, ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം അമ്പ വെച്ചിട്ട് അനുഗ്രഹം വാങ്ങിക്കണമെങ്കിൽ അത് അർജുനനല്ലാതെ മറ്റാരുമല്ല എന്ന് ദ്രോണാചാര്യർക്ക് സംശയമുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരമ്പ് ഭീഷ്മാചാര്യരുടെ പാദത്തിന്റെ മുമ്പിലും എത്തി. അപ്പോഴും ഭീഷ്മാചാര്യൻ വിചാരിച്ചു ഇത് അർജുനൻ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമായി. ദ്രോണാചാര്യരുടെ കണക്ക്. ദ്രോണാചാര്യർ കണക്ക് കൂട്ടി പറഞ്ഞു, ഇതാ ഇന്നേക്ക് അവരുടെ അജ്ഞാതവാസം അവസാനിക്കുന്നു എന്ന്. അവർ മനസ്സിൽ കണക്ക് കൂട്ടി പറഞ്ഞില്ല. ഘോരമായ യുദ്ധം നടന്നു, വളരെ ഗംഭീരമായ യുദ്ധം. അർജുനൻ ഗൃഹന്തള ഒറ്റയ്ക്ക്. ആ യുദ്ധത്തിൽ ഇവരൊക്കെ തിരിഞ്ഞോടി. ദ്രോണാചാര്യരും ഭീഷ്മാചാര്യരും കൗരവരുടെ മുഴുവൻ സൈന്യവും ആ യുദ്ധക്കളത്തിൽ തിരിഞ്ഞോടി. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരെ കൊല്ലാൻ എനിക്ക് മനസ്സിലായി, ഇവരെ ഞാൻ മുമ്പേ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഇവരെന്റെ അമ്പനാഴിയിൽ നിന്നുള്ള ആ ആയുധമേറ്റ് അവർ തിരിഞ്ഞോടിയിട്ടുണ്ട് എന്ന് അർജുനൻ പറയാൻ കാരണം ഗുരുവിനഹത്വ, ഗുരു കൊല്ലാൻ വേണ്ടിയല്ല, ഇവരെ പരാജയപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ എങ്ങനെ ഇവരെ കൊല്ലും? മഹാനുഭവാൻ മഹത്തുക്കളായ ഗുരുവിനെ എങ്ങനെ കൊല്ലും? ഇവരെ കൊന്നാൽ പറയുന്നത് ഭിക്ഷാന്നമായെങ്കിലും ജീവിക്കണം എന്നാണ് പറയുന്നത്. ഭൈക്ഷ്യം ഭിക്ഷയാചിച്ചെങ്കിലും ജീവിക്കാം ഇവരെ കൊല്ലാതെ. ഇവരെ കൊന്നിട്ട് എനിക്കൊരു കാര്യമില്ല, കൊല്ലാം, ഞാൻ വിജയിക്കും, പക്ഷേ ഞാൻ എങ്ങനെ ഇവരെ കൊല്ലും? ഇവരെ കൊല്ലുന്നതിനേക്കാളും ഭൈക്ഷ്യം അബീഹലോകെ, ഭിക്ഷാടനമാണ് അബീഹലോകെ. ഈ ഭിക്ഷാടനം നടത്താം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടേക്കാം. യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ സർവസ്വം നശിച്ചേക്കാം, രാജ്യവും നശിക്കും, അധികാരവും നശിക്കും, എല്ലാം നശിക്കും. എല്ലാം നശിച്ചാൽ പിന്നെ എന്താ മാർഗം? ഭിക്ഷ തണ്ടുക, ആ അർത്ഥത്തിൽ. അല്ലെങ്കിൽ സന്യാസത്തിന്റെ മറ്റൊരു ഭാഗമാണല്ലോ ഭിക്ഷാടനം. അപ്പം എങ്ങനെയായാലും ഈ രണ്ട് ഗൃഹസ്ഥമത്തിന്റെ അവസാനമാണല്ലോ സന്യാസം. അങ്ങനെ ഇതൊക്കെ വിട്ട് ഞാൻ സന്യാസം സ്വീകരിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി അഥവാ ഇവരെ ഇവിടെ തന്നെ കൊന്നാൽ തന്നെ രുധിരപ്രദഗ്ധാൻ എന്ന് പറഞ്ഞാൽ ഇവരെ ഒന്ന് തന്നെ വിചാരിക്കുക, കൊന്ന് നമുക്ക് രാജ്യഭരണം കിട്ടി എന്ന് തന്നെ വിചാരിക്കാം. ആ രാജ്യഭരണം കിട്ടിയാൽ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളിൽ ഈ രക്തത്തിന്റെ കറിയുണ്ടാകും. ഭക്ഷണത്തിൽ രക്തക്കറി ഉണ്ടാകുന്ന പറഞ്ഞാൽ ചോറിൽ ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലല്ല. ഇതുകൊണ്ട് അനുഭവിക്കുന്ന സുഖഭോഗങ്ങളുടെ പശ്ചാത്തലം, ആ പശ്ചാത്തലത്തിൽ തെറ്റിന്റെ, കുറ്റത്തിന്റെ, ഇവരെ കൊന്നതിന്റെ പാപക്കറിയുണ്ടാകും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇത് അതിനുശേഷം യദ്വാജയോ യദിവാനോ ജയേഷു യാനേവ ഹത്വാ ന ജിജീവിഷാമ തേവസ്ഥിത പ്രമുഖധാഷ്ട്രരാഷ്ട്ര. എന്താ പറയുന്നത്? ത്വാം ഒന്നുകിൽ ഏതാൻ ഇവരെ, വയം ഞങ്ങൾ, ജയ കൊല്ലും അല്ലെങ്കിൽ ജയിക്കും, അല്ലെങ്കിൽ യുദ്ധത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ. യദിവ അല്ലെങ്കിൽ യദിവ ധാസ്തരാഷ്ട്രന്മാർ യാ ഞങ്ങൾക്ക് ഏതാണ്, അല്ലെങ്കിൽ ധാസ്തരാഷ്ട്രന്മാർ ഞങ്ങളെ കൊല്ലും. അതേതാണ് വേണ്ടത് എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് നേരത്തെ പറയുന്ന മൂഢത്തൊക്കെ പോയി, എന്തായാലും യുദ്ധം ചെയ്യണം, പക്ഷെ എന്തായാലും എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ആ സമയത്താണ് അർജുനൻ പറയുന്നത്, കാർവണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമൂഢചേത യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം പ്രപന്നം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ ഒരു വഴിത്തിരിവായി നമ്മൾ കാണണം, ഒരു ഭഗവത്ഗീതയുടെ ഒരു മുഹൂർത്തമായി കാണണം. എന്താണ്? കാർപണ്യദോഷോപഹത സ്വഭാവ. നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആരെയാണോ കൊല്ലേണ്ടത് അവരെന്റെ മുമ്പിൽ നിൽക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, ഗുരുവിനെ കൊന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്റെ ചിന്താഗതി വരുന്ന ഈ കൺഫ്യൂഷൻസ് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോ പിന്നെ വീണ്ടും തന്റെ മനസ്സ് എന്താണ് പറയുന്നത്? കാർപണ്യദോഷോപഹസതസ്വഭാവ. കാർപണ്യദോഷം എന്ന് പറയുന്നത് അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ദോഷം. എനിക്കെന്റെ ജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണത കിട്ടുന്നില്ല ഭഗവാനെ, എനിക്ക് ഇക്കാര്യത്തിൽ ഞാൻ അജ്ഞനാണ്. അതുകൊണ്ട് കാർപണ്യദോഷോപഹത സ്വഭാവ, ഞാൻ കാർപണ്യദോഷത്തിന്റെ സ്വഭാവത്തിന് അടിമയല്ല.
കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ, അജ്ഞാനം നശിച്ച ആളിനെ പോലെയുള്ള സ്വഭാവമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഈ ചിന്താഗതിയിൽ ഇല്ലാത്ത ഒരാളല്ല, പക്ഷെ ഈ ചിന്താഗതി എന്റെ മനസ്സിൽ വന്നു പോകുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമൂഢ പൃച്ഛാമി, അഹം പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു, ത്വാം ആരോട്, താങ്കളോട്, ഭഗവാനോട്, പൃച്ഛാമി താം ധർമ്മസമൂഢചേത, ധർമ്മസമൂഢമാണ്, എനിക്ക് ധർമ്മം അറിയാം, പക്ഷെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആ കാര്യത്തിൽ ഞാൻ സമൂഢനാണ്, എനിക്കൊരു നിശ്ചയമില്ല. അതുകൊണ്ട് ശ്രേയസ്യം നിശ്ചിതം ബ്രൂഹി തന്മേ, ഏതാണ് ശ്രേയസ്കരം, ശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ, ഏതാണ് ശ്രേയസ്കരം എന്ന് എന്നോട് പറയണം, എന്നോട് പറഞ്ഞു തരണം. ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഇതാണ് ഭഗവത്ഗീതയിലെ ആദ്യമായ മുഹൂർത്തം. എന്താണ്? ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യത്വം വരിക്കുന്നു, അതുകൊണ്ട് എന്നെ ശിഷ്യനായി സ്വീകരിക്കൂ. അതുകൊണ്ട് എന്നെ ശിഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഈ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടത്, ചെയ്യാണ്ടിരിക്കുന്നത് എന്നുള്ള എൻ്റെ ഉള്ള ആശയക്കുഴപ്പം ഭഗവാനെ എനിക്ക് മാറ്റിത്തരണമേ. ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഇതുവരെ ഉള്ള ഒരു പശ്ചാത്തലം നമുക്കറിയാലോ. ആദ്യത്തെ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ പറയുന്ന മാനസികമായ അവസ്ഥ, ഒരുപാട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടില്ലേ. ആദ്യം തന്നെ ആദ്യം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ആദ്യം ശംഖനാദം കേട്ടപ്പോൾ, ഇരുപക്ഷത്തെയും ശംഖനാദം കേട്ടപ്പോൾ, അർജുനപക്ഷത്തുള്ള പാണ്ഡവപക്ഷത്തുള്ള ശംഖനാദം കേട്ടപ്പോൾ കൗരവപക്ഷത്തുള്ള പടയാളികൾക്ക് പ്രയാസം വരികയും അവരുടെ മനസ്സ് പിളർക്കുന്ന രീതിയിലുള്ള മറ്റേ പാണ്ഡവന്മാരുടെ ശംഖനാദം കേട്ടപ്പോൾ മാനസികമായി തളർന്നു. ആ തളർച്ച കണ്ടപ്പോഴാണ് അർജുനൻ പറയുന്നത്, കൃഷ്ണ തേര് തെളിക്കൂ, പോയി കാണണമെന്ന്. തേര് തെളിച്ച അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നീട് ആ അർജുനന്റെ മാനസികമായ അവസ്ഥ, അർജുനനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, അർജുനനാണ് എല്ലാ തത്വശാസ്ത്രങ്ങളും പറയുന്നത്. ഇവരെ കൊന്നാൽ എനിക്ക് എന്ത് കിട്ടും, ഇവരെ കൊന്നാൽ നാട്ടിലുള്ള എല്ലാ ആളുകളും മരിക്കും, എല്ലാ ആണുങ്ങളും മരിച്ചാൽ ആ സ്ത്രീകൾ എന്ത് ചെയ്യും, ആ സ്ത്രീകൾക്ക് ഉപജീവനമില്ലാതെ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. അങ്ങനെ തേടേണ്ടി വന്നാൽ അവിടെ മറ്റു പലരും കുടുംബങ്ങളിൽ കയറി വരും. അങ്ങനെ അവരെ ബന്ധപ്പെട്ട് വർണ്ണസങ്കരം ഉണ്ടാകും. ആ വർണ്ണസങ്കരം ഉണ്ടാക്കാനുള്ള കാരണക്കാരൻ ഞാനാണെങ്കിൽ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല, അതിനെനിക്ക് വിധി നരകത്തിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രത്യയശാസ്ത്രപരമായ ചിന്താഗതിയാണ് ഒന്നാമത്തെ അധ്യായം പൂർണ്ണമായി പറഞ്ഞത്. ഇത് പറയുമ്പോഴും കൃഷ്ണൻ എന്താ പറയുന്നത്? കൃഷ്ണനൊന്നും പറഞ്ഞില്ല. കൃഷ്ണൻ സ്വതസിദ്ധമായ രീതിയിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഒരു ചോദ്യത്തിന് സംവാദം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇത് അർജുനൻ തന്നെയാണ് പറയുന്നത്. എല്ലാം അറിയാവുന്ന ആളായിട്ടാണ് അർജുനൻ പറയുന്നത്. അർജുനന്റെ ഈഗോ, അർജുനൻ അപേക്ഷിക്കല്ല ചെയ്തത്. അങ്ങനെയാണ് കൃഷ്ണ, ഇങ്ങനെയാണ് കൃഷ്ണ, എനിക്ക് നരകത്തിൽ പോകേണ്ടി വരും ഇവരെ കൊന്നാല് എന്നൊക്കെ അർജുനൻ പറയണമെങ്കിൽ അത് ആരോടാണ് പറയുന്നത്? ഭഗവാനോട്. ആ ഒരു കാര്യത്തിലാണ്, ആ സമയത്താണ് ഭഗവാൻ ഒന്നും പറഞ്ഞില്ല ഒന്നാമത്തെ അധ്യായം തീരുന്നത് വരെ. രണ്ടാമത്തെ അധ്യായത്തിൽ മാത്രമാണ് ഭഗവാൻ പറഞ്ഞത്. ഇതിനുത്തരമായിട്ട് പറഞ്ഞില്ല, ഇതിനുത്തരമായിട്ട് പറയാൻ അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, കുതസ്ഥ കശ്മലമിതം വിഷമേ ഉപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്ന് നീ എന്താണ് ഈ പറയുന്നത്? നീ പറയുന്നത് അകീർത്തികരമാണ്, അസ്വർഗ്യമാണ്, അനാര്യമാണ് എന്നൊക്കെ അർജുനനെ പറഞ്ഞിട്ട് പിന്നീട് പറയുന്നു, ക്ലൈബ്യം ആസ്മകമപാർത്ഥ നൈനതത്വപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ഠ പരന്തവ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ പറയുള്ളൂ. ചോദ്യത്തിന് ഉത്തരം പിന്നീട് പറഞ്ഞില്ല. ഈ ശ്ലോകം കഴിഞ്ഞതിന് ശേഷവും ഭഗവാൻ ഒന്നും പറഞ്ഞില്ല. കാരണം ഇപ്പോഴാണ് അർജുനൻ ശിഷ്യസ്തേഹം ശാധിമാം പ്രപന്നം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാലം അർജുനൻ ഉണ്ടാകുന്ന ഈഗോ, അർജുനൻ ഉണ്ടാകുന്ന ഔദ്ധ്യത്വം ഒക്കെ അർജുനൻ അറിയാം. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ കൃഷ്ണൻ എന്താ ഒരു മറുപടിയും പറയാത്തത്? ഇതൊക്കെ ഞാൻ പറയുന്നു, ഒരു മറുപടിയില്ല, സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴ് അർജുനന് തോന്നി എന്റെ ഭാഗത്ത് എന്തോ ഒരു തെറ്റുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഈ കാർപ്പണ്യ ദോഷോപഹത സ്വഭാവ എന്ന് പറയുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ, കാർപ്പണ്യർ എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബവും സ്വന്തം കുട്ടികൾ, ഭാര്യ, കുട്ടികൾ എന്നതിൽ
മാത്രമാണ് ഈ സമൂഹത്തില് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കാർപ്പണ്യന്മാർ എന്ന് പറയും. അവർക്ക് സമൂഹമായി യാതൊരു ബന്ധവും ഉണ്ടായില്ല. മറ്റേവര് ചത്താലെന്താ, ജീവിച്ചാലെന്താ, ഇങ്ങനെ ആ രീതിയിൽ സ്വന്തം ഭാര്യ കുടുംബം, ഞാനും എന്റെ ഭാര്യയോട് തട്ടാനെന്ന് പറഞ്ഞില്ലേ, ആ രീതിയിലുള്ള ഒരു മാനസിക അവസ്ഥയിലുള്ളവരാണ് കാർപ്പണ്യന്മാർ. ആ കാർപ്പണ്യന്മാരുടെ രീതിയിൽ എന്ന് പോലും പറയുന്നുണ്ട്. കാരണം ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങിയിട്ടുണ്ട്, സമൂഹത്തിന് യാതൊരു ബാധ്യതയുമില്ലാത്ത രീതിയിലുള്ള ആളുകളുടെ കാർപ്പണ്യന്മാർ എന്ന് പറയുന്നു. അതും കൂടി ഈ കാർപ്പണ്യ ദോഷത്തിൽ വരുന്നുണ്ട്. പക്ഷെ കാർപ്പണ്യദോഷോപഹത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കാർപ്പണ്യദോഷമല്ല, അതുപോലുള്ള ചിന്താഗതിയാണ് അർജുനന് ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ, പിന്നെ അതിനുശേഷം അർജുനൻ പറയുകയാണ്, നഹി പ്രപശ്യാമി മാമനുദ്യാം ദുച്ഛേകമുച്ഛേഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമവാസ് അസത്തം സമൃദ്ധം രാജ്യം സുരാണാമവി ചാധിപത്യം. ഇതിപ്പോ എങ്ങനെ ആയാലും ഭൂമിയിൽ അസത്താനാം എന്ന് പറഞ്ഞാൽ ശത്രുരഹിതമായ ഋതം സമൃദ്ധമായിട്ടുള്ള രാജ്യത്തെയും സുരാണാമാധിപത്യം ച ഇന്ദ്രപദവിയെയും അവാപ്യ അഭി എനിക്ക് കിട്ടിയാൽ പോലും ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന മമശോകം, എൻ്റെ ദുഃഖത്തെ ശോഷിപ്പിക്കുന്ന എൻ്റെ ഇന്ദ്രിയ ശോഷണം വരുന്ന എൻ്റെ ദുഃഖം, അതിന് ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. ഇവിടെ കാണാം, ഈ അർജുന വിഷാദ യോഗത്തിന്റെ അവസാന ശ്ലോകങ്ങളിലായി, അവസാനമല്ല ഏതാണ്ട് മധ്യമായ ശ്ലോകങ്ങളിലായി ഭീഷ്മാചാര്യരെയും ദ്രോണാചാര്യരെയും കണ്ടപ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായ വ്യതിയാനം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൃഷ്ട്വേ മാം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം, യുദ്ധം ചെയ്യാനായി എൻ്റെ അടുത്ത് വന്ന ആളുകളെ കണ്ടു കൃഷ്ണ. ആ സമയത്ത് എനിക്ക് എന്തുണ്ടായി? സീതന്തിമഗാത്രാണി രോമഹർഷശ്ചജായതേ, എന്റെ ശരീരം മുഴുവനും വേർത്തുപോയി, എനിക്ക് രോമഹർഷം ഉണ്ടാകുന്നു. ഗാണ്ഡീവം സംസൃദേഹസ്ത, എന്റെ കയ്യിൽ നിന്ന് പ്രസിദ്ധമായ ഗാണ്ഡീവം വഴുതിപ്പോയി. ത്വക്ചൈവ പരിദുഹ്യതേ, എന്റെ മുഖമാകെ ചുളിഞ്ഞുപോയി. ന ശക്തോ നമസ്താഹും ഭ്രമതീവ ഞാൻ ഈ അന്തരീക്ഷം, എൻ്റെ ഈ സിറ്റുവേഷൻ എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ശോഷണം വന്ന ഒരവസ്ഥ ആണ് ഭഗവാനെ ഇപ്പോഴുള്ളത്. ഇത് ആരോടാ പറയുന്നത്? ഭഗവാൻ മാത്രമല്ലല്ലോ കൃഷ്ണൻ കൂട്ടുകാരൻ മാത്രമല്ല, സുഹൃത്തു കൂടിയല്ല, പിന്നെയോ ഭാര്യ ആങ്ങളിയല്ലേ. അപ്പം കൃഷ്ണൻ എന്താണ്? കൃഷ്ണനെ ഇത് സർവസംഘ പരിത്യാഗിയാണ്, വേറെ കാര്യം. പക്ഷെ നമ്മുടെ കഥയുടെ ഭാഗമായിട്ട് പറയുമ്പം ഒരു ബ്രദറിൻ ലോ, ഒരു ഇവരുടെ ഭാഷയിൽ ശ്യാലൻ, അവർക്ക് ഒരു ശാരീരികമായ പ്രയാസങ്ങളും വൈകല്യം ഉണ്ടാകുന്നത് ആരെയാണ് ബാധിക്കുക? അപ്പോൾ അളിയനോടാ പറയുന്നത്, ശ്യാലനോടാണ് പറയുന്നത്, ഭാര്യ സഹോദരനോടാണ് പറയുന്നത്, എൻ്റെ ശരീരവും എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെ ശോഷിക്കുന്നത്. അതിനൊരു പരിഹാരം കാണാൻ സഹോദരിയുടെ സഹോദരിക്ക് വേണ്ടി സഹോദരിയുടെ സഹോദരൻ ചെയ്യേണ്ടതല്ലേ? ആ അർത്ഥത്തിലും എൻ്റെ ഈ ശാരീരികമായ അവസ്ഥ ഒന്ന് കാണണം എന്ന് അർജുനൻ പറയുകയാണ്. ഇത് അർജുനൻ ഈ പറയുന്ന കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്. ധൃതരാഷ്ട്രോട് പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സഞ്ജയൻ പറഞ്ഞു, ഹൃഷീകേശം ഗുഢാകേശപരന്തപ നയോത്സൈതി ഗോവിന്ദം ഉക്താ തൂഷ്ണീം ബഭൂവചഃ. ഇത് പറഞ്ഞതിന് ശേഷം പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഏവമുക്ത ഋഷീകേശനോട് ഇത് പറഞ്ഞിട്ട് ഗുഢാകേശ പരന്തപ, അർജുനാരാണ്? ഗുഢാകേശനാണ്, പരന്തപനാണ്, അവരെ ഉറപ്പിക്കുന്നവരാണ്, ഉറക്കമില്ലാത്തവനാണ്, സവ്യസാചിയാണ്. അങ്ങനെയുള്ള അർജുനൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നയോത്സ്യ ഇതി ഗോവിന്ദം, ഞാൻ ഇനി യുദ്ധം ചെയ്യാനില്ല കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇതി ഗോവിന്ദനോട് പറഞ്ഞ് ഉക്ത തുഷ്ണീം ബഭൂവച, ഇത് ഒന്നും പറയാതെ ഇതിന് മൗനിയായി ഇരുന്നു എന്നുമാണ് പറയുന്നത്. അത് കേട്ടപ്പോ നേരത്തെ 1-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ കണ്ടത് കണ്ണീർ വാർത്തുകൊണ്ട് തേർത്തട്ടിലിരുന്ന അർജുനനാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാനിപ്പോ നഷ്ടപ്പെട്ട നിങ്ങളുടെ പെങ്ങൾക്കാണ് കുഴപ്പം, എൻ്റെ കാര്യങ്ങളിലേക്കാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇതൊന്നും പറയാതെ തേർത്തട്ടിൽ അർജുനൻ ഇരിക്കുകയാണ്. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തം ഇദം
വചഃ. ഇത് ഋഷികേശനോട് പറഞ്ഞപ്പോ പ്രഹസന്നിവ ഭാരത, ഇത് പറഞ്ഞപ്പോ പ്രഹസന്നിവ, അടിവരയിടണം ഈ പദം, പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർ മധ്യേ വിഷീദന്തം ഇതം വച. സഞ്ജയൻ പറയുകയാണ്, ഇത് ഋഷികേശനോട് പറഞ്ഞതിന് ശേഷം പ്രഹസന്നിവ ഭാരത, ചിരിച്ചുകൊണ്ട്. ആ പ്രഹസൻ ഇവ, ഭഗവാൻ ചിരിക്കുന്നുണ്ട്, സന്തോഷത്തോടുകൂടിയല്ല ചിരിക്കുന്നത്. ഇത് ഈ അഭിപ്രായം പറഞ്ഞതിനുള്ള പിന്നെ ഈ പറഞ്ഞതിനുള്ള പ്രോത്സാഹനമായിട്ടല്ല പറഞ്ഞത്. ഇത് പറഞ്ഞത് പ്രഹസന്നിവ, ചിരിച്ചത് പോലെ ആക്കിയിട്ട്. നമ്മളെ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചിരി ഉണ്ടല്ലോ, ചിരിച്ച പോലെ എന്ന് പറയുന്ന പോലെ, അതേപോലെ പ്രഹസന്നിവ, ചിരിച്ച പോലെ ആക്കിയിട്ട് സേനയോർ ഉഭയോർ മധ്യേ, ഈ സേനയുടെ മധ്യത്തിൽ വെച്ച് വിഷീദന്തം, വിഷാദമഗ്നായിരിക്കുന്ന അർജുനനോട് ഇതം വച, ഇങ്ങനെ പറഞ്ഞു. ഈ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഭഗവാൻ എന്താണ് അർജുനനോട് പറഞ്ഞതെന്നുള്ള ഗീത ഉപദേശം ആരംഭിക്കുന്നത് അടുത്ത ശ്ലോകമായ 11ാമത്തെ ശ്ലോകത്തിലാണ്. 2ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 11ാമത്തെ ശ്ലോകത്തിൽ വെച്ചാണ് ഗീതോപദേശം ആരംഭിക്കുന്നത്. ഇതൊരു പശ്ചാത്തലം, ഈ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുക. നാളെ തൊട്ട് ഭഗവാന്റെ ഗീതോപദേശം ആണ് അത്. നമുക്ക് അതിനുവേണ്ടി ഭഗവാന്റെ ഗീതോപദേശം ഉൾക്കാനും കേൾക്കാനും തയ്യാറാകുക, മാനസികമായും ബുദ്ധിപരമായും സജ്ജമാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.